രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസിന് വേണ്ടി അമേരിക്കയിൽ നിന്നും വലിയ രീതിയിൽ ഫണ്ട് എത്തിയിരുന്നു എന്ന BJP ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഥവാ USAID ആണ് ഭാരതത്തിലേക്ക് വൻതോതിൽ പണം മുടക്കിയത്. ഭാരത ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ജോർജ് സോറോസിന്റെ ഉപകരണമായി പ്രവർത്തിക്കുകയാണ് USAID ചെയ്യുന്നത്. സന്നദ്ധ സേവനത്തിന്റെയും ചാരിറ്റിയുടെ മറവിൽ ഭാരതത്തിൽ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള കളം ഒരുക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഇതിനായി കോൺഗ്രസ് NGOകൾ, സോറോസിന്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന NGOകൾ, അർബൻ നക്സലുകൾ, സുപ്രധാന മാധ്യമങ്ങൾ എന്നിവയ്ക്ക് USAIDൽ നിന്നും സഹായധനം ഒഴുകി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വൻതോതിൽ ഇത്തരം സംഘടനകളിലേക്ക് സാമ്പത്തിക സഹായമെത്തി. 2020 $83 മില്യൺ ഇത്തരത്തിൽ ഭാരതത്തിലെത്തിയതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 2022-23 കാലഘട്ടങ്ങളിൽ ഇത് 3 മടങ്ങ് വർദ്ധിച്ച് $228 മില്യൺ രാജ്യത്തേക്ക് ഒഴുകിയത്. ഡീപ് സ്റ്റേറ്റിന്റെ കളിപ്പാവകളായി പ്രവർത്തിക്കുന്ന അവർക്ക് അനുകൂലമായ നയങ്ങൾ ആവിഷ്കരിക്കുന്ന ഇന്ത്യ സർക്കാരിനെ രാജ്യത്ത് ശിക്ഷിച്ചെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായി ഡീപ് സ്റ്റേറ്റിനു വേണ്ടി സോറോസിൽ നിന്നും പണം വാങ്ങി അതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കെടുത്ത് രാജ്യവിരുദ്ധ പ്രചാരങ്ങളെ വ്യാപകമാക്കി പ്രചരിപ്പിച്ച് മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി രാജ്യത്തെ ഭരണം അട്ടിമറിക്കാനായിരുന്നു കോൺഗ്രസിനെയും അവരെ നയിക്കുന്ന അർബൻ നക്സലുകളുടെയും ശ്രമം. CAA സമരം തൊട്ട് രാജ്യത്ത് അവർ മുഴക്കിയ പല വിഘടനവാദ മുദ്രാവാക്യങ്ങൾക്കും സാമ്പത്തിക സ്രോതസ്സായി മാറിയത് ഈ ഫണ്ടായിരുന്നു. എന്നാൽ അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു. മോദി എന്ന നേതാവിലും BJPയിലുമുള്ള ഭാരത് ജനതയ്ക്കുള്ള വിശ്വാസം കോൺഗ്രസിന്റെ വ്യാജ പ്രചരണങ്ങൾക്ക് തകർക്കാനാവില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു.